എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ദൈവിക വാഗ്ദത്തങ്ങളുടെ 3 സവിശേഷതകൾ കാണുകയുണ്ടായി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസ്തതയുള്ളതാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിഷ്ഫലമാകാത്തതാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിലയേറിയതും അതിമഹത്വമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവിക വാഗ്ദത്തത്തിൻ്റെ 4ാമത്തെ സവിശേഷത എന്താണ്. ദൈവത്തിൻ്റെ വാഗ്ദത്ത 4ാമത്തെ സവിശേഷത അത് പരമാധികാരമുള്ളതാണ്, ദൈവം നൽകിയതാണ്. 46 യെശയ്യാ പ്രവചനം 46 അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 10ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. 11ാം വാക്യത്തിൻ്റെ അവസാനം: ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവത്താൽ അരുളപ്പെട്ടതാണ്. അത് ദൈവശ്വാസീയമാണെങ്കിൽ നിശ്ചയമായും അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലുള്ളതാണ്. അത് നിവർത്തീകരണത്തിലേക്ക്, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ അത് ദൈവത്താൽ അരുളപ്പെട്ടതായിരിക്കാൽ അതിൻ്റെ പരമാധികാരം ദൈവത്തിനുള്ളതാണ്. ആയതുകൊണ്ടാണ് നാം ഹബക്കൂക്ക് പ്രവചനത്തിൽ വായിക്കുന്നത്: ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, ിലേക്ക് ബന്ധപ്പെടുന്നു, വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. നിശ്ചയമായി ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. 5ാമതായി ദൈവിക വാഗ്ദത്തത്തിൻ്റെ സവിശേഷത എന്താണ്? ദൈവശക്തിയാൽ നൽകപ്പെട്ടതാണ്. അഷ്വേർഡ് ബൈ ഡിവൈൻ എബിലിറ്റി. റോമാലേഖനം 4ാം അധ്യായം അതിൻ്റെ 12ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 4ാം അധ്യായം അതിൻ്റെ 21ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തൻ എന്ന് അബ്രഹാം പൂർണ്ണമായി ഉറച്ചു. ദൈവിക വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത് ദൈവമാണെങ്കിൽ ആ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാനും ദൈവം ശക്തനാണ്. ആയതുകൊണ്ട് നാം ഹൃദയത്തിൽ ഉറച്ചുകൊള്ളണം: എനിക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തം, എൻ്റെ തലമുറയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തം, എൻ്റെ കുടുംബത്തിന് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തം നിവർത്തിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. അതൊന്നുപോലും നിഷ്ഫലമായി പോകുകയില്ല. 6ാമതായി ദൈവിക വാഗ്ദത്തത്തിൻ്റെ സവിശേഷത എന്താണ്? 2 കൊരിന്ത്യർ 1ാം അധ്യായം അതിൻ്റെ 20ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ്റെ ശക്തിയാൽ അത് ആയിരിക്കുന്നതാണ്. 20ാം വാക്യം: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നും അത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് ആമേൻ, മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ എന്ന് പറയുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവിക ശക്തിയാൽ നൽകിയിരിക്കുന്നത് കൊണ്ട് ആ വാഗ്ദത്തങ്ങൾ എല്ലാം ആമേൻ എന്നുള്ളതാണ്. അത് ക്രിസ്തുവിൽ ഗ്രൗണ്ടഡാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. 7ാമതായും അവസാനമായും ദൈവിക വാഗ്ദത്തത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ കലാശിക്കുന്നതാണ്. കൾമിനേറ്റ് ഇൻ എവർലാസ്റ്റിംഗ് ലൈഫ്. നിത്യജീവിതത്തിൽ പോയി അവസാനിക്കുന്നതാണ്. 1 യോഹന്നാൻ 2ാം അധ്യായം 25ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യ ജീവൻ തന്നെ. നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവും അതിമഹത്വമായ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്. നാം മരണത്തിനായുള്ളവരല്ല. യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എല്ലാവറ്റിനും ഉപരിയായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്വം ശ്രേഷ്ഠമായ വാഗ്ദത്തം അത് നിത്യജീവനാണ്. ആ നിത്യജീവനെ പ്രാപിക്കുവാൻ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.